السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله. എന്റെ കൂട്ടുകാർക്കൊക്കെ റാഹത്തായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവന്റെ അടുക്കൽ സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് വളരെ പരിശുദ്ധമാക്കപ്പെട്ട ദിവസമാണ്, രാവാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കണം. അത് മറന്നു പോവരുത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കുറെ നേരമായി ക്ലാസ്സിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ എന്തോ ബൈലക്സിന്റെ പ്രോബ്ലം ആയതിന്റെ പേരിൽ കയറാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കയറിയത്. പ്രത്യേകിച്ച് ഇന്ന് ഡോക്ടർ സാറുടെ ക്ലാസ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഉണ്ടായോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ തജ്വീദ് ക്ലാസ് ഉസ്താദിന് സുഖമില്ല എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്ത് കൊടുക്കുമാറാവട്ടെ, സന്തോഷം കൊടുക്കുമാറാവട്ടെ. എന്തായാലും കുറച്ചു സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി നമുക്ക് പറയാം അല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞത് നരകത്തെ കുറിച്ചായിരുന്നു. എന്റെ കൂട്ടുകാര് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ പാടി പറഞ്ഞത് നരകത്തെ കുറിച്ചാണ് അല്ലേ. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് ഇന്ന് പറയാം കുറച്ചു നേരം. അപ്പോഴേക്കും ഉസ്താദുമാരാരെങ്കിലും ഒക്കെ വരട്ടെ. ഇനി മൈക്ക് വേണ്ടവരോ അല്ലെങ്കിൽ തുടരാൻ ആഗ്രഹമുള്ളവരോ വന്നാല് ഇൻഷാ അല്ലാഹ് പിന്നെ മൈക്ക് വിടുന്നതുമാണ്. അപ്പൊ തജ്വീദ് ക്ലാസ് ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് പോവാല്ലേ, കുറച്ചു സമയം കളയാതെ. എല്ലാരും ഉഷാറാവും. എല്ലാരും എവിടെ? ഇന്ന് വെള്ളിയാഴ്ച രാവും വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് എല്ലാരും പർച്ചേസിങ്ങിന് പോയോ? വ്യാഴാഴ്ച ആയിട്ട് ഒന്ന് എസ് അടിച്ച എല്ലാവരും കാണട്ടെ. കൈവക്കാൻ പറയുന്നില്ല, ഒന്ന് എസ് അടിച്ചാണ്. വരട്ടെ എല്ലാരും വരട്ടെ. അൽഹംദുലില്ലാ, റാഹത്ത്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സഫോൻ കണ്ണൂരിൽ ഉസ്താദില്ലല്ലോ. ഉസ്താദ് ഉണ്ടെങ്കിൽ കൈപൊക്കി വരണേ. ഉസ്താദ് ഉണ്ടെങ്കിൽ കൈപൊക്കി വരണം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം തുടരാം. അപ്പൊ ആദ്യമായിക്കൊണ്ട് നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം അല്ലേ. വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നമുക്കൊരു സ്വലാത്ത് ചൊല്ല കൂട്ടമായിക്കൊണ്ട് ട്ടാ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ലബ്ബൈക അല്ലാഹുമ്മ റബ്ബി വസഅദൈക സ്വലവാത്തുല്ലാഹിൽ ബർരിർ റഹീം. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقهط والمرض والألم. اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم. سيد العرب والعجم. جسمه مقدس مؤطر مطهر منور في البيت والحرم. شمس الضحى بدر الدجى صدر العلا نور الهدى. كهف الورى مصباح الظلم جميل الشيم شفيع الأمم. صاحب الجود والكرم. والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه. وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين. شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين. سيد الثقلين نبي الحرمين إمام القبلتين
وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين ورب المغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جلاله وجماله وكماله صلوا عليه وعلى آله وصحابه وسلموا تسليما اللهم صل وسلم وبارك عليه. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ, കേട്ട സ്വലാത്തിനെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഈ സമയം തന്നെ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്നുള്ള തിരുനോട്ടമുള്ള സദസ്സായി ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. അവിടുന്നുള്ള തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ റബ്ബേ, അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കൂട്ടുകാരെ, ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞത് എവിടെ നിർത്തിയെന്ന് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഇന്നലെ നമ്മൾ പറഞ്ഞത് നരകത്തെ കുറിച്ചായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും നരകത്തെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ നരകത്തിലെ ശിക്ഷകളാണ് ഇന്നലെ പറഞ്ഞത്. നമ്മള് ഒരു കാലിൽ ചെരുപ്പ് ധരിക്കാൻ കൊടുക്കും. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാല് ഉരുളിക്കകം നമ്മൾ എണ്ണയിട്ട് തിളപ്പിച്ചാൽ അതെങ്ങനെയാണോ തിളക്കുന്നത് അതുപോലെ തലച്ചോറ് മുഴുവൻ തിളച്ചു പോവും. ചുണ്ടുകളും പല്ലുകളൊക്കെ തീജ്വാലയായി കത്തി നിൽക്കും. മാത്രമല്ല ഉള്ളിലുള്ളതെല്ലാം കത്തി ഉരുകി അത് കാലിലൂടെ ഒലിച്ചിറങ്ങുന്ന രംഗം. അത് ഏറ്റവും താഴ്ന്ന ശിക്ഷയല്ല, ഏറ്റവും വലിയ ശിക്ഷയല്ല. അവർ വിചാരിക്കും ഇതാണ് ഏറ്റവും ഭയാനകരമെന്ന്. അല്ല, ഇതിനേക്കാൾ കഠിനമായ ശിക്ഷകളാണ് നരകത്തിൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കാതെ നടന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അങ്ങനെ കുറെ ശിക്ഷകൾ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി നരകത്തെ കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ, തേളിന്റെ നാഭിന് നഖ്ല് പോലാ നീളവും എന്നിബ്നു മസ്ഊദാൽ പുലർന്നീ വാക്യവും, കൂടാതവർക്കെത്തുന്നതാണൊരു ദാഹവും, അപ്പോൾ അവർ തെണ്ടുന്നു കിട്ടാൻ വെള്ളവും. സുഹൃത്തുക്കളെ, നരകത്തിൽ ആഴമേറിയ കുണ്ടുണ്ട്. വളരെ വിദൂരത്തേക്ക് കൂരിട്ടുള്ള കുണ്ടുണ്ട്, ആഴമുള്ള കുണ്ടുകൾ. അതിൽ വിഷത്താൽ ഏറ്റവും വിഷമുള്ള പാമ്പുകളും തേളുകളും ആ കുണ്ടിലുണ്ട്. മാത്രമല്ല ആ തേളിന്റെ തേറ്റപ്പല്ല്, അതുപോലെ പാമ്പിന്റെ തേറ്റപ്പല്ല്, ഇതൊക്കെ എത്രത്തോളം എന്നാൽ ഈന്തപ്പന പോലെ അത്രയും വലുപ്പമുള്ളതാണ് അതിന്റെയൊക്കെ തേറ്റപ്പല്ലുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ദുന്യാവിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരു പാമ്പിനെ കണ്ടാൽ നമ്മുടെ പേടി എത്രമാത്രമാണ്. നമുക്ക് അതിനെ കാണുമ്പോൾ അറപ്പും വെറുപ്പും പേടിയും നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ഈ നഖ്ല് പോലെ ഈന്തപ്പന പോലെയുള്ള തേറ്റകളുള്ള പല്ലുകളുള്ള ആ പാമ്പുകളെ കാണുന്ന സമയം എന്തായിരിക്കും ആ നരകവാസിയുടെ അവസ്ഥ? മാത്രമല്ല ആ നരകത്തിൽ ആഴമേറിയ കുണ്ടുകളിൽ കിടക്കുന്ന നരകവാസികൾക്ക് വല്ലാത്ത ദാഹമാണ്. എന്നിട്ടോ അവർ വെള്ളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കും, അന്വേഷിക്കും. കുറച്ച് വെള്ളം കിട്ടിയാൽ വളരെ നന്നായിരുന്നു, ഒന്ന് കുടിക്കാമായിരുന്നു എന്നുള്ള അസഹ്യമായ ദാഹത്താൽ അവർ കടന്ന് അലയുന്ന സമയത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം, ഒരു കബളിപ്പിക്കൽ കൊടുക്കുന്നുണ്ട്. വർഷം 1000
തെണ്ടിയാലൊരു മേഘവും വെളിമാകുമപ്പോൾ വരുമവർക്കതിൽ മോഹവും. സുബ്ഹാന റബ്ബി ചൊരിയുമേ അതിൽ നിന്ന് തേളിന്റെ കൂട്ടം കുതിര പോലിരിക്കുന്നു. വർഷം 1000 എത്തിയെന്നാൽ തന്നെ അത് കുത്തിയാൽ മാറാത്ത വേദന പൊന്നേ. അങ്ങനെ അവർ വെള്ളത്തിനു വേണ്ടി ഇങ്ങനെ പല സമയത്തും പല ഭാഗത്തേക്കും ചോദിച്ച് വെള്ളത്തിന് ആവശ്യപ്പെടുന്ന സമയത്ത് 1000 വർഷം കഴിയുന്ന സമയത്ത് അതാ മുകൾ ഭാഗം സാധാരണ ഭൂമിയിൽ കാണുന്നത് പോലെ മേഘം വന്ന് തണലിടുന്നു. സാധാരണ ഭൂമിയിൽ മുകളിൽ മേഘം കണ്ട് വളരെ സൂര്യപ്രകാശം ഒന്ന് ഒഴിഞ്ഞു പോയാൽ എല്ലാവരും വിചാരിക്കും ആകാശത്ത് മേഘം വന്നിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത സമയം തന്നെ മഴ കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും. അതേ ആ കാഴ്ച കണ്ട് പഠിച്ച ആ നരകവാസികൾ അവർ ആഗ്രഹിക്കും, മുകളിൽ മേഘം വന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും വെള്ളം കിട്ടും, അത് ഉറപ്പാണ് എന്ന് കരുതി അവർ വളരെ ആശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷിപ്പിക്കുന്നു. എന്താണ് അതിൽ? ആ വർഷിക്കുന്ന ആ വർഷത്തിൽ വരുന്നത് മഴയല്ല, അതിൽ നിന്ന് വരുന്നത് തേളിന്റെയും പാമ്പുകളുടെയും കൂട്ടമാണ്. തേളിന്റെ കൂട്ടമാണ്. അതിന്റെ രൂപം, അതിന്റെ വലുപ്പം കുതിര പോലെയാണ്. കുതിരയുടെ അത്രയും വലുപ്പമുള്ള തേളുകളും കൊണ്ട് വർഷിക്കുന്നു. ആ തേളുകൾ ആ നരകത്തിലേക്ക് വന്ന് വീണെത്തിക്കഴിഞ്ഞാൽ 1000 വർഷം കഴിഞ്ഞാലും വേദന തീരുകയില്ല, മാറുകയില്ല. അങ്ങനത്തെ തേളുകളാണ് മഴയായി വർഷിച്ചുകൊണ്ട് നരകവാസികളെ ശിക്ഷിക്കുന്നത്. അങ്ങനെ ആ ശിക്ഷയിൽ വളരെ ഭയാനകരമായ വേദന ജനിക്കുന്ന ആ ശിക്ഷയിൽ കഴിയുമ്പോ രണ്ടാമത്തെ ഒരു പ്രാവശ്യം വീണ്ടും അവർ മഴ കിട്ടുവാൻ മോഹിക്കുമേ. അപ്പോൾ കറുത്തൊരു മേഘവും വെളിവാകുമേ. മഴയുള്ള മേഘം എന്നവർ പറയുന്നതാ, ഉടൻ തന്നെ ഉഗ്രൻ പാമ്പുകൾ പെയ്യുന്നതാ. അതു കാഴ്ചയിൽ ഇബിലിന്റെ പിടലികൾ പോലെയാ, കടിച്ചാലവസ്ഥയും മേൽപ്പറഞ്ഞതു തന്നെയാ. ആദ്യം വന്ന മേഘം അത് തേളാണ് വർഷിച്ചത്. എന്നാൽ രണ്ടാം പ്രാവശ്യം ഒരു മേഘം വന്നിട്ടുണ്ട്, ഇതിൽ എന്തായാലും വെള്ളമുണ്ടാവും, ഇത് മഴ തന്നെ ആയിരിക്കും എന്ന് വല്ലാത്ത ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് അതാ പെയ്യുന്ന പെയ്യലിൽ അവിടുന്ന് വർഷിക്കുന്നത്, താഴേക്ക് വീഴുന്നത് നിങ്ങൾക്കറിയോ? സുബ്ഹാനല്ലാഹ്, ഉഗ്രൻ പാമ്പുകൾ, ഒട്ടകത്തിന്റെ കഴുത്തിന്റെ വണ്ണമുള്ള പാമ്പുകളാണ് ആ നരകത്തിലേക്ക് വീഴുന്നത്. ആ പാമ്പുകൾ കടിച്ചാൽ സുബ്ഹാനല്ലാഹ് 1000 വർഷത്തോളം അതിന്റെ ഒരു കടിക്ക് വേദന മാറുകയില്ല. അത്രത്തോളം വേദനിക്കുന്ന വിഷമുള്ള പാമ്പുകളും തേളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയായിക്കൊണ്ട് നരകത്തിലേക്ക് വർഷിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, 7 എണ്ണമുണ്ടെന്നാണ് നരകത്തട്ടുകൾ. ജഹന്നമ സുഹൃത്തുക്കളെ ഏറ്റം മുകൾ, അത് മുഅ്മിനീങ്ങളിൽ നിന്ന് ദോഷികൾക്കുള്ളതാ. അതിൽ നിന്നവർ പോയാൽ അതൊഴിവാകുന്നതാ. നരകത്തിന്റെ തട്ടുകള് 7 എണ്ണമാണ്. 7 തട്ടുകളാണ് നരകത്തിനുള്ളത്. അതിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ്? അത് ഏറ്റവും ജഹന്നം എന്ന് പറയുന്ന നരകമാണ്. ആ നരകത്തിൽ കിടത്തുന്നത് ആരെയാണ്? മുഅ്മിനീങ്ങളെയാണ്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. മുഅ്മിനീങ്ങൾക്ക് നരകമുണ്ട്. നമ്മൾ ഹദീസുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഉസ്താദുമാർ വാന്ന് പറയുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കും.
ശിക്ഷിച്ചിട്ട് അവന്റെ ദോഷങ്ങൾ പൊറുത്തതിനു ശേഷം സ്വർഗത്തിൽ കടത്തും. അവരാണ് ആര്? മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. ആ മുഅ്മിനീങ്ങൾക്കുള്ള നരകമാണ് ഏറ്റവും മുകളിലെ തട്ടിലുള്ള നരകം. അതിൽ നിന്ന് മുഅ്മിനീങ്ങളെ ശിക്ഷിച്ച് അവരുടെ ദോഷമൊക്കെ ഒഴിവായി അവരെ കരകയറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ നരകം അവിടുന്ന് മാറ്റപ്പെടും. അപ്പോ നമുക്ക് മുഅ്മിനീങ്ങൾക്ക് നരകമുണ്ട്, നല്ല രൂപത്തിൽ നടക്കാത്ത ആളുകൾക്ക് നരകമുണ്ട്. അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വെറും കാഫിരീങ്ങൾക്കോ സത്യനിഷേധികൾക്കോ മാത്രമുള്ള അല്ല നരകം. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്ക്, നൂറുല്ലലാം നീ നോക്കിയാൽ കാണുന്നതാ 19 പേജിൽ ബയാൻ ചെയ്യുന്നതാ. ഇനി നേതാക്കളായ സബാനിയാക്കൾ നരകമിൽ 19 മുദ്ദസിർ സൂറത്തതിൽ ഓരോരോ കൈകാൽ കൊണ്ടുവരും ഒരവസരം ശിക്ഷിക്കുമെന്ന സോദരാപ്പം. കണ്ടോ? അപ്പോ ഈ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ, അതാരാണ്? നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾ. അത് എത്രയുണ്ട്? 19 എന്നാണെന്ന് സൂറത്തിൽ പറയുന്നു. നമ്മളൊക്കെ ഓതിയിട്ടുണ്ട്. അലൈഹ 19 എന്ന് നമ്മൾക്ക് മുദ്ദസിർ സൂറത്ത് ഓതുമ്പോ കാണാൻ കഴിയും. 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽഭടന്മാരായ മലക്കുകൾ. അവർ ഓരോരുത്തരും അവരുടെ ഇഷ്ടാനുസരണം അല്ലാഹു തആല കൽപ്പിച്ച പ്രകാരം ആ നരകത്തിലെ ആളുകളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നരകത്തിലുള്ള മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദയ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊടുത്തിട്ടില്ല. അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദേഷ്യം കൊണ്ടാണ്. എത്രത്തോളം മനുഷ്യന്മാർക്ക് ദുന്യാവിൽ ഭക്ഷണത്തിന് വിശപ്പുണ്ടാവുന്ന സമയത്ത് ഭക്ഷണത്തിന് എത്രത്തോളമാണോ ആവേശം വരുന്നത്, എത്രത്തോളമാണോ ആർത്തി വരുന്നത്, അതുപോലെയാണ് നരകത്തിലെ ശിക്ഷിക്കാനുള്ള ആ ഒരു ആർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ദേഷ്യത്തിനാൽ അലറുന്നതാണ് നരകവും തീപ്പൊരികളറിയും കസുറു പോലുണയവരും നരകം ആ നരകവാസിയുടെ നേരക്ക് ചീറിയടുക്കും, അലറിപ്പൊടിക്കും. എത്രത്തോളം തീപ്പൊരികൾ മുഴുവൻ മാളിക കണക്ക് അഥവാ ബിൽഡിംഗ് കണക്ക് അല്ലെങ്കിൽ മല കണക്ക് ആ തീ ഇങ്ങനെ പുറത്തേക്ക് മുകളിലേക്ക് അലറി ചീറിപ്പൊളിച്ചുകൊണ്ട് ഉയർന്നു വരും. ഇന്നഹാ തർമി ബി ഷററിൻ കൽ ഖസുർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇത് പരിശുദ്ധ ഖുർആനിൽ നമ്മെ വിളിച്ചു ഉണർത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ നരകത്തിന്റെ കോപത്തിൽ പെടാതെ, ആ നരകത്തിന്റെ ആ അലർച്ചയിൽ, ആ അലറലിൽ അല്ലെങ്കിൽ അതിന്റെ ദേഷ്യത്തിൽ പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നരകം തിളച്ചതിൽ നിന്ന് പൊങ്ങും ദോഷികൾ തീപ്പൊരികൾ ഉയരും പോലെ പൊങ്ങി വരും മുകൾ വെളിയിൽ അവർ ഉടൻ ചാടുവാൻ തുനിയുന്നതാ സബാനിയാക്കൾ കണ്ടടിച്ചമർത്തുന്നതാ ആഴത്തിലേക്കവർ എത്തിയെന്നാൽ തന്നെയും തിളച്ചിട്ട് പൊങ്ങുന്നുണ്ടുടൻ അവർ പിന്നെയും ഇരുമ്പിന്റെ ഗതയാലുള്ള അടിയാ പിന്നെ ഈ രീതിയിൽ തുടരെ നടക്കുമെന്ന പൊന്നെ ഹജ്ജെന്ന സൂറത്തോതി നോക്കതിലുള്ളതാ കൂടാതെ സ്വാമിയിൽ വിശദമായി പറയുന്നതാ. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ആ തീയിങ്ങനെ കത്തി ജ്വലിച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ദോഷികളായ ആളുകൾ ആ പുറത്തേക്ക് ചാടാൻ വേണ്ടി, അതൊന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ആ തീയിന്റെ നൊരകൾ മുകളിലേക്ക് പൊങ്ങുമ്പോൾ അതിനോടുകൂടെ പൊങ്ങി വരും. എന്നിട്ട് പുറത്തേക്ക്
ചാടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ മലക്കുകൾ, നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ദണ്ടുകൾ കൊണ്ട് അടിച്ച് അതിലേക്ക് തന്നെ വീഴ്ത്തും. അങ്ങനെ അവർ ആ തിളച്ചു പൊങ്ങുന്ന ആ തീയിലൂടെ താഴത്തേക്ക് പോകുന്നു, മുകളിലേക്ക് വരുന്നു. ഈ രൂപത്തിൽ നരകത്തിൽ സുബ്ഹാനല്ലാഹ് ജനങ്ങളെ, മനുഷ്യന്മാരെ, അള്ളാഹുവിനെ മറന്ന് നിഷേധിച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കപ്പെടുന്നു. അല്ലേ? വലഹും മഖാമിഉ മിൻ ഹദീദ്. ഹദീദ് എന്ന് കേട്ടിട്ടുണ്ട്. ഹദീദ് കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുള്ള അടി, മുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അടിച്ച് താഴ്ത്തിട്ട് വിടുന്നൊരവസ്ഥ ആ നരകത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നു. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഉണർച്ചയിലും ഉറക്കത്തിലും നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഒന്നും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. വ്യഭിചാരത്തിലേക്കും കള്ളുകുടിയിലേക്കും. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, വേറൊന്ന് പറയുന്നു. നരകം അതിന്റെ അടിഭാഗമെല്ലാം ഈയമാ സുഹൃത്തുക്കളെ, അതിനുള്ള സഖഫോ ചമ്പുമാ. കിബിരിത്തിനാലാഭിത്തികൾ അതിനുള്ളത്. ദുറുൽ ഹിസാൻ 21 ഉണ്ടിത്. നരകത്തിന്റെ അടിഭാഗം ഈയത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ മേൽപ്പുര ചെമ്പ് കൊണ്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഗന്ധകം, അതിന്റെ 4 ഭിത്തി, ഗന്ധകത്താലാണ് അതിന്റെ 4 ഭിത്തികൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂടും തീയും ഭദ്രമായി അതിൽ നിലകൊള്ളുന്നു. ഒരിക്കലും അതിനൊരു വ്യത്യാസം വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്ക്, നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരണം എന്ന് ജിബ്രീലിനോടായി റബ്ബ് പറയും അന്ന്. ജിബ്രീല് വിവരം മാലിക്കെന്ന മലക്കിനെ ധരിപ്പിക്കുമപ്പോൾ മാലിക്കും നരകത്തിനെ വിളിക്കുന്നതായി, ഏ നരകമേ നീ ഇന്ന് ഉടൻ തന്നെ മഹ്ശറിലേക്ക് പോകണമെന്ന്. അപ്പോൾ മതച്ച് പതച്ചതും അലറുന്നതാ. അതു കേട്ട് കൽബുകൾ സോദരാ വിറക്കുന്നതാ. ഗർഭിണികൾ അന്നുണ്ടെങ്കിൽ അവരറിയാതെ പ്രസവിച്ചു പോകും മാസവും തികയാതെ. ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. ഹജ്ജിന്റെ ആദ്യം തന്നെ റബ്ബുണർത്തുന്നതാ. കണ്ടോ, നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ഒന്നുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നു. ആരോടാ പറയുന്നത്? ജിബ്രീൽ എന്ന മലക്കിനോടാ പറയുന്നത്. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ഉടനെ തന്നെ വിവരം മാലിക്കിനെ അറിയിക്കുന്നു. മാലിക് എന്ന മലക്ക്, ആ നരകത്തെ കാക്കുന്ന മാലിക്കിനെ അറിയിക്കുന്നു. മാലിക് അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ നരകത്തോട് പറയുന്നു,
ഉടനെ തന്നെ ആ നരകമത ചീറിപ്പാഞ്ഞുകൊണ്ട് മഅ്ശറയിലേക്ക് പോകുന്നു. ഏത് രൂപത്തിൽ? മതച്ച് പതച്ച് അലറുന്ന രൂപത്തിൽ ആ നരകമത കുതിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു 1000 വർഷം യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടോ ആ ദൂരത്തേക്ക് നരകത്തിന്റെ അലറൽ കേൾക്കും, ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞു. മാലിക് അലൈഹിസ്സലാം ആ നരകത്തെ വിളിക്കുന്ന സമയത്ത് അതാ ആ വല്ലാത്ത ചീറൽ, അലറൽ, അതുപോലെ പതച്ച് മതച്ച് അവിടുന്ന് നരകം കുതിക്കുകയാണ് മഅ്ശറയിലേക്ക്. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ഹൃദയം വല്ലാതെ പിടപിടക്കുകയാണ്. എത്രത്തോളം അന്നെങ്ങാനും ആ കാഴ്ച കാണുന്ന, ആ ശബ്ദം കേൾക്കുന്ന ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവർ മാസം തികയാതെ അറിയാതെ പ്രസവിച്ചു പോവും. അത്രത്തോളം ഭയാനകരമായ ശബ്ദത്തോടു കൂടി മതച്ച് പതച്ച് മാലിക്കിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മഅ്ശറയിലേക്ക് നരകത്തിനൊരു പോക്കുണ്ട് സുഹൃത്തുക്കളെ. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ മുൻകൂട്ടി അറിയിച്ചു തരുന്നു. എന്തിനു വേണ്ടി? ഇത്രയും ഭയാനകരമായ ആ നരകത്തിൽ കടക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി. ഇനി നോക്ക്, അവരാദ്യമാദ്യം അട്ടഹാസം ഇട്ടതായി കരയുന്നതാ പിന്നീട് കൂറ്റുമടച്ചതായി. ഇത് കഴുത കരയും പോലെയാണെന്നാണ് നബി വചനമിൽ നീ നോക്ക് വ്യക്തവുമാണ്. കൂടാതെ ഹൂദിൽ നോക്ക് സൂചനയുള്ളതാ, തഫ്സീർ സ്വാവിയിൽ വിശദമായി പറയുന്നതാ. കണ്ടോ, നരകത്തിലെ ആ നരകവാസികൾ ആദ്യമായിക്കൊണ്ട് വല്ലാത്ത അട്ടഹാസത്തോടുകൂടി, വല്ലാത്ത ശബ്ദത്തോടുകൂടി അവർ കരയുന്നു. കരഞ്ഞ് അവസാനം അവരുടെ കൂറ്റ് അഥവാ ശബ്ദം അവിടുന്ന് അടച്ചു പോകുന്നു. ശബ്ദമിട്ട് കരഞ്ഞ് അവരുടെ ശബ്ദം അടഞ്ഞു പോകുന്നു. അവസാനം കഴുത കരയും പോലെ അവരുടെ ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇത് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അട്ടഹസിച്ച് കരഞ്ഞ് അവരുടെ ശബ്ദം അടച്ച് കൂറ്റടച്ച് അവസാനം കഴുത കരയുന്നത് പോലെ ആവും. ഈ സമയത്ത് സംസാരിക്കാതെ കിടക്കുവിൻ മിണ്ടാതെ എന്നുള്ളൊരാജ്ഞ ശ്രവിച്ചിടും വല്ലാതെ. പിന്നീട് പട്ടികൾ പോലവർ കുരക്കുന്നതാ, സംസാരമേ ഇല്ലാത്തതിൽ കഴിയുന്നതാ. ഇത് സ്വാവിയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 96-ാം പേജ് 3 വന്നതാ. നരകവാസികളോട് പറയുകയാണ്, നിങ്ങൾ ഇനി മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്, മിണ്ടാതെ കിടന്നോളണം. അവസാനം അവർ പട്ടികൾ കുരക്കുന്നത് പോലെ, സംസാരം ഉപേക്ഷിച്ച് പട്ടികൾ കുരക്കുന്നത് പോലെ കുരച്ച് ആ നരകത്തിൽ കഴിയുകയാണ്. എത്രത്തോളം ഭയാനകരമാണ് സുഹൃത്തുക്കളെ. കൂടാതെ കണ്ണിന് കാഴ്ചയും അവർക്കില്ല, അതുപോലെ കേൾവിയും സോദരാ ചെവിക്കില്ല. നോക്കതിലുണ്ടിത് 34-ാം പേജില പറയുന്നത്. വിശ്വാസമില്ലാതായി ഭവിച്ചാൽ മരണവും നഊദു ബില്ലാഹ് നരകമായി സ്ഥിരം ഭവനവും. കണ്ടോ, അവസാനം മിണ്ടാതെ കിടക്കാൻ. നിങ്ങൾ സംസാരിക്കണ്ട, പരസ്പരം ഒന്നും പറയണ്ട, മിണ്ടാതെ കിടക്കുന്നു പറയുമ്പോ നായ്ക്കള് പട്ടികൾ കുരക്കുന്നത് പോലെ കുരക്കുന്നു. അവരുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്നു. അവരുടെ കാതിന്റെ കേൾവി അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ഒരു കണ്ണിന് കാഴ്ചയോ കേൾവിയോ ഇല്ലാത്ത രൂപത്തിൽ അവരെ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസമില്ലാതെ എങ്ങാനും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ നഊദു ബില്ലാഹ്
അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അവന്റെ സ്ഥിരം ജീവിതം ആ നരകത്തിലാണ് കൂട്ടരെ. അതുകൊണ്ട് വിശ്വാസമില്ലാതെ മരിച്ചു പോകുന്ന കൂട്ടരിൽ നമ്മൾ വിടാൻ പാടില്ല. ഒരാൾ വ്യഭിചരിക്കുന്നു, ആ വ്യഭിചാരം കഴിയുന്നതിന് മുമ്പ് അവൻ തൗബ വ്യഭിചരിക്കുന്നതിന്റെ ഇടയിൽ അവൻ മരണപ്പെട്ടു. അല്ലെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു, ആ കള്ളുകൂടി അവന്റെ മസ്ത് തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് മരിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ മുഅ്മിനല്ല. അവൻ മരിക്കുന്ന സമയത്ത് കാഫിറായിട്ടാണ് അവൻ ചത്തുപോകുന്നത്. അതുകൊണ്ടാണ് അത്രയും ഭയാനകരമായ 7 വൻദോഷങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. തൗബ ചെയ്താൽ മാത്രം അല്ലാഹു തആല സ്വീകരിക്കുന്ന വൻ പാപങ്ങളിൽ മുഴുകുകയും അതിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അവൻ മരണപ്പെടുകയും ചെയ്താൽ തീർച്ചയായും ആ നരകത്തിൽ സ്ഥിരതാമസം അനുഭവിക്കുന്ന ആളുകളാവേണ്ടി വരും. നമ്മൾക്ക് തെറ്റ് നിർഭാഗ്യവശാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നുണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കേണപേക്ഷിച്ച് നമ്മൾ നന്നായിട്ട് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു തആല നമുക്ക് പൊറുത്തു തരും. അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ഇനി ഒരിക്കലും തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ നല്ല പശ്ചാത്താപമുള്ളവരായിരിക്കുക. അതല്ലാതെ നമ്മൾ ഹറാമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും നമ്മളുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൂഹ് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ നരകത്തിൽ നിന്ന് പോവാൻ കഴിയില്ല. യാദൃശികമായി നമ്മളുടെ ശരീരത്തിന് നമ്മൾക്ക് ക്ഷമയില്ലാത്ത രൂപത്തിൽ ഇബ്ലീസിന്റെ വഞ്ചനയിൽപ്പെട്ട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അത് പൊറുത്തു തരാതെ നമ്മളെ ആഖിറത്തിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജഹന്നം എന്ന നരകത്തിൽ നമ്മൾ കടക്കേണ്ടി വരും. നമ്മുടെ ശിക്ഷ കഴിഞ്ഞ ശേഷം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതിനാണ് ജഹന്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതല്ല ഈ നമ്മുടെ ഈമാൻ മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിലോ, വിശ്വാസമില്ലാതെ മരിച്ചു പോവുകയാണെങ്കിലോ ഒരിക്കലും ആ ജഹന്നമിൽ കടക്കാൻ പറ്റുന്നില്ല. പിന്നീട് സ്ഥിരം കാലം അവന് കടക്കേണ്ടി വരുന്നത് എവിടെയാണ്? സ്ഥിരമായ ആ നരകത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്ക്, വസിക്കുന്നതാണ് നിങ്ങളീ തീ കുണ്ടമിൽ, ഇത് നരകവാസികളോണുണർത്തുന്നെങ്കിലേ സന്തോഷം അവർക്കുണ്ടാകുമെന്ന് ഹദീസിലെ. എങ്ങനെ പറഞ്ഞാല് ഈ ലോകത്തുള്ള അസ്വാത്ത് കുല്ലിന്റെ എണ്ണമിൽ വസിക്കുന്നതാണ് നിങ്ങളീ തീ കുണ്ടമിൽ, ഇത് നരകവാസികളോടുണർത്തുന്നെങ്കിലേ സന്തോഷം അവർക്കുണ്ടാകുമെന്ന് ഹദീസിലെ. നരകത്തിൽ ഇങ്ങനെ ഈ ഭയാനകരമായ ശിക്ഷ, സഹിക്കാൻ പറ്റാത്ത ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ നരകവാസികളോട് ഒരാൾ പറയാണ്, ഈ ഭൂമിയിലുള്ള ചെരക്കല്ലുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള ചെരക്കല്ല് എത്രത്തോളം ഉണ്ടാവും? എണ്ണിയാ തീരുവോ? ഭൂമിയിൽ എത്രത്തോളം മണ്ണിൽ കിടക്കുന്ന കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകളുടെ എണ്ണം എത്രയായിരിക്കും ഈ ലോകത്തുള്ള കല്ലുകൾ? ആ കല്ലിന്റെ എണ്ണം കണ്ട് നിനക്ക് ശിക്ഷ ലഭിക്കും എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നരകവാസികൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എന്താ? ചെരക്കല്ല് ഒരു പക്ഷെ ഒരുപാടുണ്ടാവാം, അതിന്റെ എണ്ണം അവരോട് നോക്കുന്നില്ല. ആ എണ്ണം കഴിഞ്ഞാലെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാലോ എന്നുള്ള സമാധാനം ഉണ്ടാവുന്നു. കണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്രയും അപ്പൊ അതിൽ നിന്ന് ഈ ലോകത്തുള്ള ചെരക്കല്ല് അതിന്റെ എണ്ണം അനുസരിച്ച് ശിക്ഷിക്കാച്ചാൽ നിന്നെ പുറത്തു വിടാമെന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. കാരണം അത്രയും ഭയാനകരമാണ് ആ നരകത്തിലെ ശിക്ഷകൾ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഇതിൽ ചെന്ന് വീഴാതാക്കണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാദയ്യാനേ. ഇതിൽ ചെന്ന് വീഴാതാക്കണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാദയ്യാനേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നരകത്തിലുള്ള ശിക്ഷകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നരകത്തിലുള്ള ശിക്ഷ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതും കേട്ട് രസിക്കാനല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭയാനകരമായ ശിക്ഷ നരകത്തിലുണ്ട്. അതുകൊണ്ട് റബ്ബേ, ആ നരകശിക്ഷയാണ് ഞാൻ ഏറ്റവും ഭയക്കുന്നത് എന്നുള്ള മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം.
നമ്മൾ തെറ്റിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് നരകം വല്ലാത്തൊരവസ്ഥയാണ്. ആ നരകത്തെ പേടിച്ചിട്ട് നമുക്ക് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റണം. അതിന് പ്രചോദനമാവണം നമ്മുടെ ക്ലാസും നമ്മുടെ റൂമും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി പാവങ്ങളാണ്, പാപികളാണ്, നമ്മളൊന്നും ഒരിക്കലും തെറ്റുകൾ ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. തൗബ ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ട്, സ്വർഗ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും അള്ളാഹുവിനോട് ചോദിക്കാം, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. ആ ചോദിക്കുന്ന ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടി ഞാൻ പാടിയിട്ട് നമ്മുടെ വിഷയം അവസാനിപ്പിക്കുന്നു. പാപങ്ങളോരോ നെണ്ണി നീ പറയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ, നീ ചെയ്ത തെറ്റിൻ ആഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതവിടെ നിന്നു നീ കരയണം. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്ന ഞാൻ എന്റെ അജ്ഞത കൊണ്ട് നിന്നെ മറന്നതാ, ഖന്നാസ് മന്ത്രം തന്നു വന്നതാ, ഇഹലോക ആർഭാഗങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചതല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് നീ ആട്ടരുതിലാകി എന്നെ. ഗതി മുട്ടി വന്നവനാണ് തെണ്ടാനിന്നു ഞാൻ, എന്നോട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ, ദൃഢനിശ്ചയം ഞാൻ തന്നെ ചെയ്യുന്നിന്ന്, ഇനി ദോഷമിൽ ചാടുന്നതല്ല എന്ന്. ഈ രീതിയിൽ ഒരു നിശ്ചയം നിർബന്ധമാ, കൂടാതെ തൗബക്കുള്ള രണ്ടാം തൂണുമാ. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാ, കരഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുക. പിന്നീട് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്കും പോകരുത്. യാദൃശികമായി ഉണ്ടാവുന്ന തെറ്റുകളല്ലാതെ കരുതി കൂട്ടിയിട്ടുള്ള തെറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് എന്തുണ്ടാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ചെയ്ത ദോഷങ്ങളൊക്കെ നിനക്ക് എന്ത് ചെയ്യും, സൽക്കർമ്മങ്ങളാക്കി തരും. നീ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ നീ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അല്ലാഹു തആല നിനക്കെന്ത് ചെയ്യും, അത് സൽക്കർമ്മമാക്കി തരും. എന്തൊരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് നമ്മൾ മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നാൽ നമ്മൾ ചെയ്ത ദോഷങ്ങൾ അടക്കം നമുക്ക് അനുഗ്രഹമായി സൽക്കർമ്മമായി അല്ലാഹു തആല നമുക്ക് തരുന്നു. എത്ര മനോഹരമാണത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നോട്ടം സദാ നമ്മളിലേക്ക് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ പിഴക്കുകയില്ല, വഴിപിഴക്കുകയില്ല. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെറ്റുകളിലേക്കൊന്നും പോവാതെ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കുന്ന കൂട്ടരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യ, സന്തതികൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
പൊറത്തു കൊടുക്കുമാറാവട്ടെ. ആഫിയത്തോടുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ വീടുകളിലും മക്കളിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം നൽകുമാറാവട്ടെ. ഒരുപാട് വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട് നീറുന്ന മനസ്സുകളുടെ ഉടമകളാണ് നമ്മളൊക്കെ. അല്ലാഹു തആല ആ നീറുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതിനൊക്കെ അല്ലാഹു തആല ശമനം തന്ന് റാഹത്തിൽ സന്തോഷത്തിൽ അല്ലാഹു തആല ആക്കി തരുമാറാവട്ടെ. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഖുർആൻ ഓതി ഹദീസ് ചെയ്ത് അവിടത്തേക്ക് അടുത്ത് ജീവിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയ ആളുകൾ അവരുടെ ഖബറിടം അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എഴുന്നേക്കാൻ വയ്യാതെ കാലും കൈയും കടഞ്ഞിട്ട്, അതുപോലെ തന്നെ തലവേദനയായിട്ട് എഴുന്നേക്കാൻ വയ്യാതെ നിസ്കരിക്കാൻ വയ്യാതെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ഉസ്താദ്മാർ, സയ്യിദന്മാർ, കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾ, അവർക്കെല്ലാം അല്ലാഹു തആല ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി അസുഖങ്ങൾ തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. നമുക്ക് ജീവിക്കുന്ന കാലം മുഴുവൻ ഖൈറായ രൂപത്തിൽ ഇസ്സത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കുന്ന കൂട്ടരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ സ്വാലിഹ അമലുകളിൽ എഴുതി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല കാണിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ വഷളാക്കുന്ന വിവരമില്ലാത്ത ആളുകളെ ഞങ്ങൾ കാണുന്നു. റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഉസ്താദുമാർ, റബ്ബേ, ഞങ്ങളുടെ നേതൃത്വം അവരുടെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഹ്മാനെ, ഇസ്സത്തോടുകൂടി ഇസ്ലാമിന്റെ വെളിച്ചം ഈ ലോകത്ത് ഞങ്ങൾക്ക് പടർത്തിയെടുക്കാൻ ഞങ്ങളുടെ ഉസ്താദുമാർ എത്രയോ ശ്രമിക്കുന്നു. അതിന്റെ ഒറ്റ പേരിൽ ഞങ്ങളുടെ ഉസ്താദുമാരെ എതിർത്ത് വേണ്ടാത്ത വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു പരത്തി വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടം റഹ്മാനെ, അവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നല്ല മനക്കരുത്ത് കൊടുക്കണേ അല്ലാഹ്. ഈമാൻ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നല്ല ക്ഷമാശീലരാക്കണേ അല്ലാഹ്. റബ്ബേ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മക്കൾക്ക് വിഷമമുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥയും നീ തരരുത് റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ ഇത് പറയാൻ ഞങ്ങളുടെ ക്ലാസ് റൂം സംഘടിപ്പിച്ചവർ, സഹകരിച്ചവർ, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, ഉസ്താദുമാർ, ദായിമാർ, അഡ്മിൻ സുഹൃത്തുക്കൾ, ടെക്സ്റ്റ് അടിക്കുന്നവർ, ഐഡി ഇട്ടവർ, റേഡിയോ കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കൾ, റഹ്മാനെ, മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. കരുണ ചൊരിയണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا لوالدنا ربنا ارحمهما كما ربيانا صغارا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله. വളരെ റാഹത്ത്. എന്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. ഇന്ന് മൈക്കിൽ വരാൻ ഉദ്ദേശിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഒരു തപ്പിത്തടച്ചിലോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ പൂർത്തിയാക്കിയത്. എന്നോട് ക്ഷമിക്കണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാർ തിരുത്തി തരണം. ഇനിയും നമുക്ക് നല്ല വിഷയവുമായി മുന്നോട്ട് പോവാൻ ഒഴിവ് സമയം ഉപകാരപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് വസിയത്തും ചെയ്ത് തൽക്കാലം മൈക്ക് വിടുന്നു. അഡ്മിന്മാർ, ഉസ്താദുമാർ, പ്രവർത്തകർ മൈക്കിലേക്ക് വന്ന് സജീവമാവുക. ഉസ്താദുമാരിലെ ഫ്രീ ഉള്ളവരില്ലെങ്കിൽ റെക്കോർഡ് വെച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോവുക. മാഷാ അല്ലാഹ്. കീശേരി ഉസ്താദ് വന്നിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.